പരിശുദ്ധമായ ശഅബാൻ വിട പറയുകയാണ്. റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ഒന്നുകിൽ ചൊവ്വാഴ്ച നോമ്പാണ്, അല്ലെങ്കിൽ ബുധനാഴ്ച ഉറപ്പായിട്ടും നോമ്പാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 2 മാസമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വരാൻ പോവുകയാണ്. തയ്യാറാകണേ, ഒരുങ്ങണേ, നന്നാകണേ. ആരടോ നന്നായത്? ആരുടെ ജീവിതത്തിലാണ് മാറ്റം വന്നത്? എന്ത് തയ്യാറെടുപ്പുകളാണ് ഞാനും നിങ്ങളും നടത്തിയിട്ടുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നീ പേടിക്കണം സഹോദരാ, നീ ഭയപ്പെടണം സഹോദരാ. പടച്ചവനേ, റമളാൻ വരുന്നു, എന്നിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. നീ നന്നാകുന്നില്ല, നീ തൗബ ചെയ്യുന്നില്ല, നിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നില്ല. വരട്ടെ കാണാമെന്ന് പറഞ്ഞു നടക്കുന്ന സഹോദരാ, പേടിക്കണം മോനെ, പേടിക്കണം മോനെ. റമളാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുമെന്ന, റമളാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുമെന്ന. ഈ പടച്ചവനെ, അതാ ചുട്ടുപഴുത്ത് കിടക്കുന്ന വെയിലില് അതാ ഇലകൾ കരിഞ്ഞു പോകുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും റമളാൻ കരിച്ചു കളയുമെന്നാണ്. എല്ലാ പാപങ്ങളെയും കരിച്ചു കളയും വിശുദ്ധമായ റമളാൻ. അപ്പൊ കരിച്ചു കളയുമെന്ന് റമളാനിനൊരു അർത്ഥമുണ്ടോ? എന്നാൽ അതുപോലെ മറ്റൊരർത്ഥവുമുണ്ട്. മനുഷ്യ, നിന്നെയും അത് കരിച്ചു കളയും. ആരെയാണ് റമളാൻ കരിച്ചു കളയുന്നതെന്നറിയുമോ? ആ റമളാൻ വന്നിട്ട് നന്നാകാത്തവനാ, ആ റമളാനിന് വേണ്ടി ഒരുങ്ങാത്തവനാ, ആ റമളാനിന് വേണ്ടി തയ്യാറാകാത്തവനാ, ആ റമളാനിന് വേണ്ടി ജീവിതത്തിൽ മാറ്റം വരുത്താത്തവര്. അതാ പാപങ്ങൾ കരിച്ചു കളയുന്നത് പോലെ റമളാൻ മനുഷ്യനെയും കനിച്ചു കളയും. ബാപ്പാ, പെങ്ങളെ, സീരിയൽ കാണൽ ഇതുവരെ നീ നിർത്തിയിട്ടില്ല, നിന്റെ ദുസ്വഭാവങ്ങൾ മാറ്റിയിട്ടില്ല, നിസ്കാരം തുടങ്ങിയിട്ടില്ല, റജബും ശഅബാനും വന്നിട്ട് നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടില്ല. എടാ ചെറുപ്പക്കാരാ, ഇടയത്താഴത്തിന് എഴുന്നേക്കുന്നത് കാരണം നീ തഹജ്ജുദ് നിസ്കരിക്കാൻ നിൽക്കണ്ട മോനെ. വരുന്നതിന് മുമ്പേ നിസ്കരിച്ചു തുടങ്ങ് മോനെ. ഫർദിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിച്ച് പഠിക്കൂ. കാരണം റമളാനിന്റെ തറാവീഹ് നിസ്കരിക്കേണ്ടവനാ. ദുഹാ നിസ്കാരം തുടങ്ങിക്കോ, തഹജ്ജുദ് നിസ്കാരം തുടങ്ങിക്കോ, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് പള്ളിയിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റമളാൻ നല്ലവനല്ലാതെ നഷ്ടപ്പെടൂല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു നല്ലവൻ ഒരിക്കലും റമളാൻ നഷ്ടപ്പെടൂല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാൾക്കും റമളാൻ നഷ്ടപ്പെടൂല. അതാ ഒരു നഷ്ടവാളിക്കല്ലാതെ, ഒരു നഷ്ടവാളിക്കല്ലാതെ റമളാൻ നഷ്ടപ്പെടില്ലടോ. ഒരാൾക്ക് റമളാൻ വന്ന് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, തറാവീഹ് നിസ്കരിക്കാൻ പറ്റുന്നില്ലോ. മോനെ, പേടിക്കണം ചെറുപ്പക്കാരാ. റമളാൻ എന്റെ പ്രിയപ്പെട്ടവരെ മോശമായ ഒരാൾക്കല്ലാതെ ആ റമളാൻ അവനെ നഷ്ടപ്പെടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നല്ലവർക്ക് നിങ്ങൾക്ക് റമളാൻ, മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല ഒരു ചരിത്രം പറയുക, റമളാനിന്റെ മഹത്വം. ത്വൽഹ റളിയല്ലാഹു തആല പറയുന്നു, 2 സഹോദരങ്ങൾ ഒരു ദിവസം തന്നെ മുസ്ലിമായി. 2 പേര് ഒരു ദിവസം മുസ്ലിമായി. ഒരാൾ യുദ്ധക്കളത്തിൽ പോയി ഷഹീദായി. 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാള് വീടിനകത്ത് കിടന്ന് സാധാരണ മരിക്കണ പോലെ മരിച്ചു. അങ്ങനെ 2 പേരും ഒരു ദിവസം മുസ്ലിമായി. ജ്യേഷ്ഠൻ ഷഹീദായി യുദ്ധക്കളത്തിൽ പോയിട്ട്, അനുജൻ വീടിനകത്ത് കിടന്ന് സാധാരണ മരിക്കണ പോലെ രോഗം കണ്ട വന്ന് മരണപ്പെട്ടു. 2 പേരും മരിച്ചു. ത്വൽഹ റളിയല്ലാഹു തആല സ്വപ്നം കാണുന്നു, 2 പേരും സ്വർഗത്തിന്റെ മുമ്പിലെത്തി. സ്വർഗത്തിന്റെ മുമ്പിലെത്തിയപ്പോ മലക്ക് ആദ്യം വിളിക്കുന്നത് ഈ വീട്ടിൽ കിടന്ന് മരിച്ചവനെയാ. ഈ വീടിനകത്ത് കിടന്ന് സാധാരണ മരിച്ചതുപോലെ മരിച്ച ആളെ ആദ്യം വിളിക്കുന്നു സ്വർഗത്തിൽ പോകാൻ. പടച്ചവന് സത്യത്തിൽ ഷഹീദായവനല്ലേ ആദ്യം പോകണ്ടേ?
ത്വൽഹ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഈ സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചു, നബിയെ, ഷഹീദല്ലേ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്, ഇവിടെ പോയത് സാധാരണ ഒരാളാണല്ലോ. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, ഒരു റമളാൻ കൂടുതൽ കിട്ടിയോ? ഈ വീട്ടിൽ കിടന്ന് മരിച്ചവന് ഒരു റമളാൻ കൂടുതൽ കിട്ടിയോ ഇബാദത്ത് ചെയ്യാൻ? അതുകൊണ്ടാണെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ പറയുകയാ, റമളാൻ നല്ലവനല്ലാതെ നഷ്ടപ്പെടൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ മിമ്പറിലേക്ക് കയറുമ്പോൾ നബി തങ്ങൾ ആമീൻ പറഞ്ഞു. 3 വട്ടം പ്രവാചകൻ ആമീൻ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, എന്തു പറ്റി നബിയെ? അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ദുആ ചെയ്തു, ഒരാൾക്ക് റമളാൻ കിട്ടിയിട്ട് അവൻ നന്നാകുന്നില്ല, അവന്റെ പാപം പൊറുക്കുന്നില്ല. പരിശുദ്ധമായ റമളാൻ വന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കുന്നില്ല, അവന്റെ സ്വഭാവത്തിലോ അവന്റെ ജീവിതത്തിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്നവനെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. ആമീൻ പറഞ്ഞത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എവിടെ നിന്ന്? മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ നിന്നിട്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പണ്ടത്തെ ഉമ്മമാര് റജബ് വരുമ്പോ, ശഅബാൻ വരുമ്പോ വീട് വൃത്തിയാക്കും, ചെലന്തി വലയടിക്കും, ആവശ്യമില്ലാത്തതൊക്കെ എടുത്തു കളയും. എന്തേ ഉമ്മ, കല്യാണം വല്ലോ ഉണ്ടോ? ഇല്ല മോനെ, റമളാൻ വരുന്നടാ. താത്ത ഇതുവരെ അനങ്ങിയിട്ടില്ല. നമ്മളിൽ ആരാ ഒരുങ്ങിയിരിക്കുന്നത്? പടച്ചവനെ, ഇങ്ങനെ നടക്കും. ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ നാളെ നോമ്പൊന്നാന്ന് പറയുമ്പോ പടച്ചവനെ വന്നില്ലേ, അല്ലാ കഴിഞ്ഞു. എന്ത് വന്നു? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഒരൊറ്റ നന്മ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ 1 നാളെ നോമ്പാണെന്നറിയുന്ന സമയമുണ്ടല്ലോ. ഒന്നുകിൽ തിങ്കളാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഉറപ്പാടല്ലോ. മോനെ, നാളെ നോമ്പാണ്, നാളെ 1 നോമ്പ് എന്ന് നീ അറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? പറയണം, അൽഹംദുലില്ലാഹ്. നോമ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പള്ളിയിൽ വിളിച്ചു പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ വാർത്തയിലൂടെ പറയുന്നത് കേട്ടു. നാളെ നോമ്പാണ് എന്ന് നീ അറിയുമ്പോ പറയണം, അൽഹംദുലില്ലാഹ്. സന്തോഷിക്കണം ചെറുപ്പക്കാരാ. 2 മാസക്കാലമായി കാത്തിരുന്ന വിശുദ്ധമായ റമളാൻ നിന്നിലേക്ക് കടന്നു വന്നപ്പോ അൽഹംദുലില്ലാഹ്, റമളാൻ വന്നതിന്റെ പേരിൽ നീ സന്തോഷിക്കണേ. പറ്റുന്നവര് സുജൂദ് ചെയ്യണേ. എന്തിനാണ് ചെയ്യാൻ പറഞ്ഞതെന്നറിയുവോ? അല്ലാഹു ഭൂമിയിലേക്ക് നോക്കും ചെറുപ്പക്കാരാ. അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആരാണ് റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചത്? ആരാണ് റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചത്? ആരാണ് സ്വീകരിച്ചത്? അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ നോട്ടമെങ്ങാനും ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് ലഭിച്ചാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അവനെ അല്ലാഹു ശിക്ഷിക്കൂല. റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ച, ആ റമളാനിനെ സ്വീകരിച്ച, ആ റമളാൻ വന്നതിന്റെ പേരിൽ ശുക്ർ ചെയ്ത അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം ലഭിക്കുകയാ. ആ നോട്ടം ലഭിച്ച ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും നിന്നെ അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അത് റമളാൻ 1 ഉള്ളൂ, അത് റമളാൻ 1 കിട്ടൂ. അതുകൊണ്ട് തയ്യാറായിക്കോ. ഇനി മണിക്കൂറുകളേ ഉള്ളൂ. ഈ മണിക്കൂറുകളെങ്കിലും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താറ് പടച്ചവരെ പറ്റുന്ന മണിക്കൂറുകളാക്കൂ. നാദാ, റമളാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. തൗബ ചെയ്തിട്ട് പിരിയാമടോ, ദുആ ചെയ്തിട്ട് പിരിയാമടോ. അൽഹംദുലില്ലാഹ്, സഹചാരിയാണ് ഇവിടെ പടച്ചവര്, SKSSFന്റെ പ്രവർത്തകര്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്. അല്ലാഹുവേ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, കോടിക്കണക്കിന് രൂപയാണ് പടച്ചവരെ പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഈ സംഘാടകരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ക്യാൻസർ പിടിച്ച് കിടക്കുന്നവര്, മാരകമായ രോഗങ്ങൾ പിടിച്ച് കിടക്കുന്നവര്, അല്ലാഹുവിന്റെ കരുണ വേണോ? ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്നവർ, കിഡ്നി രോഗം പിടിച്ച് കിടക്കുന്നവർ, ആരാരുമില്ലാത്തവർ, എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അൽഹംദുലില്ലാ, നമ്മളെ കൊണ്ട് ചെയ്യുന്നത് കഴിയും. അള്ളാഹു നമുക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വലിയ ഭാഗ്യമാ സഹോദര, വലിയ ഭാഗ്യമാ. ഹജ്ജും ഉംറയും ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്രയോ യതീമീങ്ങളുണ്ട്, എത്രയോ രോഗികളുണ്ട്. നമ്മൾ ചരിത്രം കേൾക്കുന്നവരാ. ഒരു മുവാഫിക്കിന്റെ കഥ, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന കാശ് കൂട്ടി 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 വെച്ചു. എത്രയുണ്ടാകും? എത്ര കാലം കൂട്ടി വെച്ചിട്ടുണ്ടാകും? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വർഷങ്ങളോളം തന്റെ സമ്പാദ്യം സൂക്ഷിച്ചു വെച്ചു. ആ മനുഷ്യൻ തന്റെ എല്ലാ ആഡംബരങ്ങളും മാറ്റിവെച്ചു. ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ ഒരുമിച്ച് കൂട്ടി. ചരിത്രം പറയുകയാ, ആ മനുഷ്യൻ അങ്ങനെ ഏകദേശമൊക്കെ ഹജ്ജിന് പോകാനുള്ള പൈസയായി വന്നു. അപ്പോഴാണ് ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയായ പെണ്ണിന് പല ആഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഒരിക്കൽ ചെരുപ്പ് കുത്തി വീട്ടിലേക്ക് കയറി വന്നു. ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഗർഭിണിയായ ഭാര്യ പറഞ്ഞു, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണം. ഞാൻ ഇന്നുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഗർഭിണിയായ ഒരു പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്നാണ്. ഇന്നുവരെ നിങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് ഞാൻ നിങ്ങളോട് വാശി പിടിക്കാറില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് കടയിൽ പോയി ഇറച്ചി വാങ്ങണ്ട, പൈസ കൊടുത്ത് ഇറച്ചി വാങ്ങണ്ട. അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറി വെക്കുന്നതിന്റെ മണം അടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും പോയിട്ട് എനിക്ക് ഇത്തിരി കറി വാങ്ങിത്താ. ഗർഭിണിയായ ഭാര്യ ചെരുപ്പ് കുത്തിയായി ജീവിക്കുന്ന പാവപ്പെട്ടവനോട് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ പറയാഞ്ഞത്. പക്ഷെ എനിക്ക് ഇന്ന് ഇത്തിരി ഇറച്ചി കഴിക്കണം. കാരണം എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറി വെക്കുന്നതിന്റെ മണമടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി വാങ്ങിത്താ. ആ മോഫക്ക് എന്ന് പറയുന്ന മനുഷ്യന് സങ്കടമായി. ഭാര്യയുടെ ആഗ്രഹമല്ലേ, ഗർഭിണിയല്ലേ. നേരെ അയൽവാസിയുടെ വീട്ടിൽ പോയി. അയൽവാസിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഇവിടെ കറി വെക്കുന്നതിന്റെ വാസന അവൾ കടിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരിത്തിരി ഇറച്ചിക്കറി തരണം. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ വീട്ടുകാരി പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ ഒരുപാട് ചോദിച്ചു, അവള് പറഞ്ഞു തരൂല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഇറച്ചി വേണ്ട, ഇത്തിരി ചാറെങ്കിലും താ. ഇറച്ചി തരാനല്ലേ ബുദ്ധിമുട്ട്, വേണ്ട, ഇത്തിരി ചാറെങ്കിലും താ. പെണ്ണു പറഞ്ഞു, ഞാൻ തരൂല. പെണ്ണെ, നീയും ഒരു പെണ്ണല്ലേ, നീ ഗർഭിണിയായിരുന്നവളല്ലേ, നിനക്കും മക്കളുണ്ടല്ലോ, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഇത്തിരി ചാറെങ്കിലും താ. നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തരില്ല. അപ്പൊ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഇറച്ചിയും തരുന്നില്ല, ചാറും തരുന്നില്ല, എന്തുകൊണ്ടാ നിങ്ങൾ തരാത്തത്? അപ്പൊ ആ പെണ്ണു പറഞ്ഞു, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, നീയും മുസ്ലിം, ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ. അവസാനം ഒരു ഗതിയില്ലാതെ ആ പെണ്ണു പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എൻ്റെ മക്കൾ യതീമീങ്ങളാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഒരുപാട് നാളുകൊണ്ട് എൻ്റെ മക്കൾ ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് മാസങ്ങളായിട്ട് കരയുകയാ. എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാനാ? ഞാൻ ഇന്ന് നടന്നു വരുമ്പോൾ ഒരു കോവർ കഴുത വഴിയിൽ ചത്തുകിടക്കുന്നു, ഒരു കഴുത വഴിയിൽ ചത്തുകിടക്കുന്നു. ആ ചത്തുപോയ കഴുതയുടെ ഇറച്ചി ഞാൻ വെട്ടിക്കൊണ്ടു വന്നിട്ട് കറി വെക്കുകയാ. ഇതെങ്ങനെ ഞാൻ നിങ്ങൾക്ക് തരും? ഈ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരും? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞടോ. വീട്ടിലേക്ക് ഓടി, തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അൽഹംദുലില്ലാ, ഒരുപാട് കാലങ്ങളായി ഹജ്ജിന് പോകാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ എടുത്തു. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ
ഭാര്യ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോവുകയാ, ഇതെവിടെ കൊണ്ടുപോകുകയാ? ആ മനുഷ്യൻ നിറകണ്ണുകളോട് പറഞ്ഞു, എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ. ഇത് ഹജ്ജിന് വെച്ച പൈസയാ, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ കൊല്ലങ്ങളോളം സൂക്ഷിച്ചു വെച്ച പൈസയാ. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എൻ്റെ അയൽവാസി യതീമായ മക്കള് തിന്നാനില്ലാതെ കഴുതയുടെ ഇറച്ചി തിന്നുന്ന അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ ഈ പൈസ കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ആ മക്കള് പട്ടിണി കിടക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാതെ ഇതുകൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ആ പാവപ്പെട്ടവനായ മനുഷ്യൻ ആ ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ ആ പാവപ്പെട്ട കുടുംബത്തിന് കൊണ്ട് കൊടുത്തപ്പോൾ ആ മനുഷ്യന് ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നറിയില്ല. ഏത് രീതിയിലും മരണം നമ്മളെ തേടി വരും. ഇന്നാണോ നാളെയാണോ വീട്ടിലാണോ വണ്ടിയിലാണോ റോഡിലാണോ എപ്പോഴാ മരണം വരുന്നറിയില്ല. പക്ഷേ എപ്പം മരണം വന്നാലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു, മരണത്തിന് വേദനയുണ്ടെന്ന്. മരണത്തിന് വല്ലാത്ത വേദനയാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദര, കോഴി അറുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉളുഹിയ്യത്തിന് പോത്തിനറുക്കുന്നത് കണ്ടിട്ടുണ്ടോ? കോഴിയെയും പോത്തിനെയൊക്കെ അറുത്തിടുമ്പോ, ആടിനെ അറുത്തിടുമ്പോ കൈയിട്ടടിക്കും, കാലിട്ടടിക്കും, തലയിട്ടടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോഴി കിടന്ന് തുള്ളി ചാടാറുണ്ട്. കോമഡി കേട്ടിട്ടല്ല മോനെ, നമ്മളത് കണ്ടിട്ട് ഇങ്ങനെ രസിച്ചു നിൽക്കും. നമ്മൾ ഈ കോഴിയും ആടും പോത്തുമൊക്കെ കയ്യും കാലും വിട്ട് അടിച്ചടിച്ചടിച്ച് മരിക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. എന്നാ ചിന്തിക്കാറുണ്ടോ, ഈ കോഴി തലയിട്ടടിക്കുന്നത്, ഈ പോത്ത് കാലിട്ടടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ? മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഈ ജീവികളുടെ ഇങ്ങനെ ചെയ്യുന്നത്? ഈ കോഴിയോട് കാണിച്ച കരുണയെങ്കിലും അല്ല എന്നോട് നിങ്ങളോടും കാണിക്കുമോ? എടോ, കോഴിക്ക് കാലിട്ടടിക്കാൻ, കൈയിട്ടടിക്കാൻ, ചിറകിട്ടടിക്കാൻ, തലയിട്ടടിക്കാൻ, തുള്ളിച്ചാടാം. നിനക്കോ? ഞാനും നിങ്ങളും മരിക്കുമ്പോ കൈയിട്ടടിക്കാൻ പറ്റുമോ? കാലിട്ടടിക്കാൻ പറ്റുമോ? 70 മുതൽ 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. 70,000 മലക്ക്. എന്ത് കണ്ടോണ്ടാ നടക്കുന്നത്? എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാ നടക്കുന്നത്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞെട്ടി ഉണർന്നു. ആയിഷ, ഇന്ന സ്ഥലത്ത് കുറച്ചു പൈസ ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ. ഓർമ്മ വന്നത് അപ്പോഴാ. ആയിഷ ബീവി ആ പൈസ എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിൽ വെച്ചിട്ട് കരഞ്ഞു. വാപ്പാ, എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാനോട് ഞാൻ എന്തു പറയും ആയിഷ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പാപങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്ക്, എത്രയും പെട്ടെന്ന് ഇത് പാപങ്ങൾക്ക് കൊണ്ടുകൊടുക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അത് കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ റൂഹ് പിടിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നു അസ്റായിലേ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലേ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കു പറയുന്നു, നബിയെ, എനിക്കറിയില്ല നബിയെ ഇതിനേക്കാളും മയമായി പിടിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, എഴുന്നേക്കും. അടുത്തു വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബി തങ്ങൾ മുഖത്തൊഴിച്ചു. അള്ളാഹുവേ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബി തങ്ങളാ പറഞ്ഞത്, ഇന്നലിൽ മൗതി ലസഖറ, മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ മരണം ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും തേടി വരുമല്ലോ. എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നിനക്ക് രക്ഷപ്പെടാൻ? അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ, നിനക്കൊരു നല്ല മരണം തരാൻ എന്ത് തയ്യാറെടുപ്പാ നമ്മൾ നടത്തിയിരിക്കുന്നത്? എന്തേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്?